പ്രിയ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. നമ്മുടെ കഴിഞ്ഞ ദിവസം അന്തരിച്ച കലാഭവൻ നവാസ് നമ്മളെല്ലാം ഒരുപാട് വേദനിപ്പിച്ചാണ് കടന്നുപോയത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗമായിരുന്നു. നമുക്കെല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു മിമിക്രി കലാകാരനെ, അതുപോലെ ഒരു സകലകലാ വല്ലഭനായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ വേർപാട് നമ്മളെല്ലാം, കലാഭവൻ മണിയുടെയൊക്കെ വേർപാട് പോലെ തന്നെ നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളൊക്കെ കണ്ടപ്പോഴത്തേന് അതിൻ്റെ അകത്ത് ഒരു സങ്കടകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ ഇതൊന്ന് കാണുക. ജയസൂര്യയെ വിടാതെ പിന്തുടർന്ന് സെൽഫി എടുക്കുകയാണ്. അപ്പം ജയസൂര്യയുടെ മോഹഭാവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം വളരെ ദേഷ്യപ്പെട്ടാണ്. ഇത്രയും സങ്കടകരമായ ഒരു അവസ്ഥ വരുമ്പോഴത്തേന് ഉണ്ടോ, ദേഷ്യപ്പെട്ട് നോക്കുന്നതെല്ലാം നമുക്ക് കാണാം. എന്നിട്ടും അവർക്കൊന്നും യാതൊരു കൂസലുമില്ല. അതുപോലെ പിന്നീട് ദേവന്റെ ഒപ്പം നിന്ന് ദേവനൊക്കെ 100 കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ ആൾക്കാർ വരുമ്പോൾ തന്നെ സെൽഫി എടുത്തില്ലെങ്കിൽ നാളെ മീഡിയയ്ക്കകത്തെല്ലാം വരും, അവൻ ജാടയാണ്, അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞ്. അവരുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. അവർ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരല്ലേ. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? അവരുടെ സങ്കടത്തോടുള്ള മുഖം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? സായികുമാറാണിൻ്റെ ഒരു പ്രാവശ്യം വന്ന് സെൽഫി എടുത്തത്. പിന്നെ വീണ്ടും അവിടെ സെൽഫി എടുക്കാൻ ചെന്നപ്പോഴത്തേനാണ് കൈ തട്ടി മാറ്റി പോകുന്നത്. നിങ്ങൾ കണ്ടല്ലോ ഈ കാഴ്ച. ഇതൊരു മരണം നടന്ന വീടാണ്. ആ സ്ഥലത്തെ സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് വേണ്ട പെരുമാറാൻ വേണ്ടി. സിനിമാ താരങ്ങളൊക്കെ അവിടെ വരുന്നെന്ന് പറഞ്ഞാൽ അവർ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ നഷ്ടപ്പെട്ട വേദനയിലാണ് വരുന്നത്. അപ്പൊ നിങ്ങളോടൊപ്പം ചിരിച്ച മുഖമുഖമായിട്ട് സെൽഫി എടുക്കാനൊന്നും അവരെ കൊണ്ട് പറ്റുന്ന സാഹചര്യമല്ല. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ടാണ് ഒരുപാട് സിനിമാ താരങ്ങളൊന്നും മരണവീടുകളിലൊന്നും വരാത്തത്. ഇതെന്താ നിങ്ങളൊന്നും മനസ്സിലാക്കാത്തത്?